ഫസ്റ്റ് ഇയർ ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിലുള്ള ആർച്ചിൻ്റെ ഡ്രോയിങ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ആർച്ച് ഒരു ഫ്ലാറ്റ് ആർച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഫ്ലാറ്റ് ആർച്ചിന് കർവ്ഡ് പോർഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ ക്വസ്റ്റ്യനിലും തരുന്ന പോലെ തന്നെ ഇതിലും നമുക്ക് ആർച്ചിൻ്റെ സ്പാൻ തന്നിട്ടുണ്ട്, ഡെപ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റ് ആർച്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എൻഡിലുള്ള സ്ക്യൂ ബാക്കിൻ്റെ ആംഗിളും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 1:10 സ്കെയിൽ ചെയ്തിരിക്കുന്നത്. അത് പ്രകാരം സ്പാൻ നമുക്ക് 12 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. 1200 mm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്പാന്. ഇനി ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടാണ് നമ്മൾ ഈ ആർച്ച് വരയ്ക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ 3 ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ 2 എൻഡിലും പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ 60 ഡിഗ്രി താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് വഴി നമുക്ക് താഴെ ഭാഗത്ത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ 3 ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. കാരണം കറക്റ്റ് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ആർച്ചിൻ്റെ ഡെപ്ത് 300 mm നമ്മൾ ആ സ്പാനലിൻ്റെ സെൻറ്ററിൽ നിന്ന് മേലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വരച്ചിട്ടുള്ള സ്പാനിന് കറക്റ്റ് പാരലൽ ആയിക്കൊണ്ട് മാർക്ക് ചെയ്ത ഡെപ്തിലൂടെ നമ്മൾ ഒരു പാരലൽ ലൈൻ വരച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നെക്സ്റ്റ് നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ 2 സൈഡ്സ് നമ്മൾ മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നേരത്തെ വരച്ച പാരലൽ ലൈനിൽ ടച്ച് ചെയ്യും. അപ്പോൾ കറക്റ്റ് നമുക്ക് അവിടെ ആർച്ച് ഫോം ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് 60 ഡിഗ്രി സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ 60 ഡിഗ്രി കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ള തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ആ കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫ്ലാറ്റ് ആർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കർവ്ഡ് പോർഷൻസ് ഇല്ല, ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കേസസിലൊക്കെയാണ് ഈ ആർച്ച് നമ്മൾ ഉപയോഗിക്കാറുള്ളതും. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ മേലെ ഭാഗത്ത് ആർച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്ട്രാഡോസിലുള്ള വൗസിയറിൻ്റെ വീതിയാണ്. അതായത് വൗസിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ആർച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ യൂണിറ്റിനെയാണ് നമ്മളൊരു വൗസിയർ എന്ന് പറയുന്നത്. അതിനൊരു വെഡ്ജ് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഡോസിൽ ആ 1 സെൻറ്റിമീറ്റർ 100 mm ആയിരുന്നു വീതി പറഞ്ഞ് സ്കെയിൽ ചെയ്ത് നമ്മളത് ചെയ്യുമ്പോൾ 10 mm ഉണ്ടായിരിക്കും. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി വൗസിയേഴ്സ് വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും അത് ആർച്ചിൻ്റെ സെൻട്രലിലേക്ക് വരുന്ന രീതിക്ക് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആ കൂർത്ത ഭാഗം അതാണ് ഇവിടെ ആർച്ചിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന രീതിക്ക് നമ്മൾ സ്കെയിലോ ഡ്രാഫ്റ്ററോ ഒക്കെ വെച്ചിട്ട് വേണം ഈ ആർച്ചിൻ്റെ വൗസിയേഴ്സ് വരച്ചു കൊടുക്കാൻ. അപ്പോഴേ കറക്റ്റായിട്ട് ആ വൗസിയേഴ്സ് ഇങ്ങനെ ടേൺ ചെയ്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് വരില്ല. അപ്പോൾ എല്ലാവരും എക്സ്ട്രാ ഡോസിൽ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അത് നമ്മൾ സെൻറ്ററിലോട്ട് വരുന്ന രീതിക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ 1:10 സ്കെയിൽ ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ അളവുകളെയും നമ്മൾ 1:10 സ്കെയിൽ ചെയ്തതിന് ശേഷമാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരച്ച മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. മുമ്പ് പറഞ്ഞ പോലെ നമ്മളൊരു വീഡിയോ കണ്ടത് മനസ്സിലാക്കുന്നതിനേക്കാളും എപ്പോഴും നമുക്ക് കൂടുതൽ അത് മനസ്സിലോട്ട് കയറുന്നത് നമ്മളത് ഇതിൻ്റെ കൂടെ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ വരാനായിട്ടുണ്ട്. നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൽ ആർച്ചസ് എന്ന് പറയുന്നൊരു ഭാഗം. ഇത് വരയ്ക്കുന്ന സ്റ്റെപ്പുകൾ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളിത് വരയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഡയമെൻഷനിങ് ഒക്കെ ചെയ്തിട്ട് വേണം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ.